റിയോ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു വെച്ചിരുന്ന വീട് ഉണ്ടാക്കണം പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. വീഡിയോ വയ്ക്കണം, അത് കുറച്ച് സെക്കൻഡ് ഉണ്ടായിരുന്നുള്ളൂ ആ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എഴുതാണ്ട് വീട് ഇത്ര വെച്ചിട്ടുണ്ട്, ബാക്കി വയ്ക്കണം. ആദ്യം വിശക്കണം, എല്ലാം കഴിക്കട്ടെ. ആ വീഡിയോ മിസ്സായി പോയതുകൊണ്ടാണ് ഗൈസ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ചെയ്യുന്നത്. സോറി. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ പല ആൾക്കാരും കാണുന്നതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും തരണം. നിങ്ങൾ വളരെ ലൈക്ക് കുറവാണ് എനിക്ക് തരുന്നത്. നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ. നിങ്ങൾ പറ്റണത്ര ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം. കഴിഞ്ഞ വീഡിയോയിൽ വോയിസിൻ്റെ ചെറിയ പ്രശ്നം, അത് ഞാൻ ഇതിലെ മൈൻക്രാഫ്റ്റിൽ ഓഡിയോ കൂട്ടിയിട്ടേക്കുന്നു. ഇപ്പോൾ കുറച്ച് ക്ലിയർ കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആമയൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം. അടുത്ത നമുക്ക് അമംഗസിൻ്റെ ഒന്ന് ഇറക്കിയാലോ എന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പറയൂ. നമ്മൾ ഉടനെ അമംഗസിൻ്റെ വീഡിയോ ഒന്ന് ഇറക്കാം. ഇത്ര മതിയാവും. നമ്മൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് പൊളിച്ചെടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കാം. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. ആ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. കുറച്ച് ഡേർട്ട് നമുക്ക് പോയി കളക്ട് ചെയ്യണം. 6 എണ്ണേ നമ്മളതിലുള്ളൂ. ഇപ്പോൾ ഡേർട്ട് തീർന്നു. നമുക്ക് ഒരു ഡേർട്ട് വയ്ക്കാം. നമുക്ക് അതിന് മുമ്പേ ഒരു ഡോറ് വയ്ക്കാം. 2 ഡോറ് വയ്ക്കാം. ഡോർ 3 എണ്ണം നമുക്കുണ്ട്. ഇപ്പോൾ 2 ഡോർ ഇവിടെ വയ്ക്കാം. നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ പറ്റണത്ര എനിക്ക് ലൈക്കും എല്ലാം തരണം. ഷവൽ ഡേർട്ട് കളക്ട് ചെയ്യണം. നിങ്ങൾ പറയണം ഗൈസ് ഏതൊക്കെ വീഡിയോ വേണമെന്ന്. ഏതൊക്കെ വീഡിയോ ഇല്ല, ഏതൊക്കെ ഗെയിം കളിച്ചിട്ട് അത് ഇടണമെന്ന് നിങ്ങൾ പറയണം. കുറച്ച് ഡേർട്ട് കളക്ട് ചെയ്യാം. കുറച്ച് മതിയാവും. ഇതൊന്ന് ഫീറ്റ് 2-3 എണ്ണം കൂടെ എടുത്തിട്ട് ഫിനിഷ് ചെയ്യാം. ഇത്ര മതിയാവും. നമുക്ക് ഇനി അതുകൊണ്ട് വയ്ക്കാം. നമ്മൾ ഇത് തൽക്കാലത്തേക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു വീട് സെറ്റാക്കണത്. നമ്മൾ വേറെ നല്ല വീട് വയ്ക്കും ഇത് കഴിഞ്ഞിട്ട്. 35 എണ്ണം തികയോ എന്തോ ഗൈസ്. നമുക്ക് ഇനി എടുക്കേണ്ടി വരും. നമുക്കൊന്നുപോലും കളയാനില്ല. 35 എണ്ണം തികയോ എന്ന് തോന്നണില്ല ഗൈസ്. എണ്ണം തികയില്ല. നമുക്ക് ഇനിയും പോയി എടുക്കേണ്ടി വരും. ടോർച്ച് ഉണ്ടാക്കാൻ എന്തോന്നൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് എന്തോന്നൊക്കെയാണ് ടോർച്ച് ഉണ്ടാക്കാൻ ആവശ്യമുള്ളതെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഡേർട്ട് തീർന്നു. നമുക്ക് കുറച്ചും കൂടെ ഡേർട്ട് എടുക്കാം. നമുക്ക് സ്റ്റോൺ വെച്ചിട്ട് ഇനി കാര്യങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് വീട് വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മൈനിങ്ങിനൊക്കെ പോകണം. നമ്മൾ ശവല് പൊട്ടിപ്പോയി. വുഡൻ്റെ വുഡ് വെച്ചുണ്ടാക്കുന്ന ശവലായതുകൊണ്ട് പാടാണ്. ഫെർണസ് ഉണ്ടാക്കാൻ കൊബിൾ സ്റ്റോൺ ആണ് ആവശ്യം ഫെർണസിന്. 35 എണ്ണം പിന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഷീപ്പിനെയൊക്കെ കൊന്ന് ഊളെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അവസാനം ഊള് കിട്ടാതായിപ്പോവും. അപ്പോൾ നമുക്ക് പറ്റണത്രയും ഫുഡൊക്കെ എടുത്ത് വയ്ക്കാം.
എനിക്ക് തോന്നുന്നു തികയൂലെന്ന്. പിന്നെ തികയൂല, നമുക്ക് ഇനി എടുക്കേണ്ടി വരും. അപ്പം ഡയറക്റ്റ് കുറച്ചും കൂടെ എടുക്കേണ്ടി വരും. നമുക്ക് കുറച്ചും കൂടെ ഡയറക്റ്റ് വേണം. ഈ വീട് ഫുള്ള് ഡയറക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഫാമൊക്കെ ഉണ്ടാക്കണം. ഇവിടെ ഒരു ചെറിയ ഫാം പോലെയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ എല്ലാം ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. എന്നെക്കൊണ്ട് പറ്റണതെല്ലാം ഞാൻ ചെയ്യും. വ്യൂവേഴ്സിൻ്റെ എണ്ണം കുറവാണ്. നിങ്ങൾ പറ്റണത്ര എന്നെ ഷെയർ ചെയ്തെല്ലാം സഹായിക്കണം പ്ലീസ്. സബ്സ്ക്രൈബും ചെയ്യണം ആൾക്കാർ. ഇതാ ഇവിടെ സ്റ്റോണും. നമുക്കിത് പിന്നെ എടുക്കാം. തൽക്കാലം ഇത് മാത്രം എടുത്തുകൊണ്ട് പോകാം. 21 മതിയാ പോയിരിക്കും. നമുക്ക് പോയി ഇനി അതും കൂടെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിട്ടുണ്ട്. ബെഡ് ഉണ്ടാക്കാനുള്ള ഊളായിട്ടുണ്ട്. ഇത് കെട്ടിക്കഴിഞ്ഞ് ഇവിടെ ഇരുട്ടായിരിക്കും. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ടോർച്ച് അത് നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം. അതിന് കോള് വേണമെന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞൂടാ. അമംഗസിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ട് ഇടും. അവിടെ ഇരുട്ടായിപ്പോയി. ബാക്കി നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാൻ അയ്യോ, നമ്മൾ കയറിയെന്ന് ചെസ്റ്റ് ഉണ്ടാക്കണം. സോറി ഗൈസ്, തെറ്റിപ്പോയി. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിലല്ലാതെ ചെസ്റ്റ് ഉണ്ടാക്കാൻ പോയി. ചെസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് വുഡ് വേണം. വുഡ് നമ്മളെ കയ്യിൽ ഉണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇതുണ്ടാക്കാം. ഒരു ചെസ്റ്റ് മതിയാവും. എന്നിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. പിന്നെ ഉണ്ടാക്കാം. നിങ്ങൾക്കിത് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടണം. ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാമായിരുന്നു. ടോർച്ച് ഉണ്ടാക്കാൻ ഒരു കോളും ഒരു സ്റ്റിക്കുമാണ്. അപ്പോൾ നമുക്ക് കോൾ എടുക്കണമെങ്കിൽ മൈനിങ്ങിന് ഇറങ്ങണം. അപ്പോൾ നമ്മൾ മൈനിങ്ങിന് ഇറങ്ങുന്നതാണ്. ഉറപ്പായിട്ട് മൈനിങ്ങിന് ഇറങ്ങും. നമ്മൾ ചെസ്റ്റ് ആപ്പിളെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇത് ക്രാഫ്റ്റിംഗ് ചെസ്റ്റും എടുത്തിട്ട് വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെയും ചെസ്റ്റ് ഇവിടെയും വയ്ക്കാം. എന്നിട്ട് ചെസ്റ്റിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. 4 എമറാൾഡ്, ബ്രെഡ് ഇരിക്കട്ടെ, പൊട്ടറ്റോ ഇരിക്കട്ടെ, ബ്രെഡ്, ബുക്ക്, വൂള് നമ്മളെ കയ്യിൽ ഇരിക്കട്ടെ. അയ്യോ, അത് പുറത്ത്. ഇത് ഗ്രേ വൂള് 2 ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ പുള്ളി ഇതിൻ്റെ അകത്ത് വയ്ക്കണം. നമുക്ക് ഇതൊക്കെ വേണ്ട. നമുക്കിത് പോയി പുറത്ത് കൊണ്ടുപോയി നടാം. ഡോർ ഇവിടെ ഇരിക്കട്ടെ. ഓക്ക് പ്ലാന്റിൻ്റെ അത് അവിടെ ഇരിക്കട്ടെ. ഇത്ര സാധനങ്ങൾ ചെയ്യാം. ഒരു ശവല് കയ്യിൽ ഇരിക്കട്ടെ. നമുക്കപ്പോൾ ബെഡ് ഉണ്ടാക്കാം. നമ്മൾ ഇതെടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ച് 6. അപ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. ബെഡ് എവിടെ ഇടണം? ഒരു ബെഡായി. ബെഡ് ഇവിടെ ഇരുട്ട് ഭയങ്കര. ബെഡ് തൽക്കാലം ഇതാ ഈ മൂലയെ കൊണ്ട് ബെഡ് ഇടാം. നമുക്കൊരു ടോർച്ച് ഉണ്ടാക്കണം. തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ബെഡ് ഇട്ടു. തൽക്കാലത്തേക്കാണ്. നമുക്ക് വില്ലേജസിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ടോർച്ച് കളക്ട് ചെയ്യാം. പെട്ടെന്ന് പോട്ട്. ഇരുട്ടി ഗൈസ്, രാത്രിയായി. വില്ലേജസൊക്കെ വീട്ടിൽ കയറി തുടങ്ങി. നമുക്കിതാ ഇവിടെ ഇരിക്കുന്ന 2 ടോർച്ച് അങ്ങ് എടുക്കാമെന്നും വിചാരിക്കില്ലേ. നമ്മൾ ടോർച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. 2 മതിയോ നമുക്ക്. ബാക്കി നമ്മൾ മൈനിങ്ങിന് ഇറങ്ങുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളാ വീട് നേരെ നമുക്ക് ഇവിടുത്തെ പുല്ലൊക്കെ വൃത്തിയാക്കി ഇവിടുന്ന് കയറാനൊക്കെ സൂപ്പറായിരിക്കണം. അതോ സ്കെൽട്ടണൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു ഷീൽഡ് ഒന്നുമില്ല. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. അയൺ വേണം. അയണിന് മൈനിങ്ങിന് ഇറങ്ങണം. അയ്യോ അടയണില്ല. ഇരുന്ന് അടഞ്ഞു. ഒരു ടോർച്ച് അവിടെ വയ്ക്കാം. ഒരു ടോർച്ച് ഇവിടെ വയ്ക്കാം. ഇത്രയും മതിയാവും. നമുക്കിപ്പോൾ കിടന്ന് ഉറങ്ങാം. അല്ല, ഇതെടുത്ത് ഇവിടെ വയ്ക്കാൻ പറ്റണില്ല ഗൈസ്. വച്ച് മോൺസ്റ്റർ അടുത്തുള്ളതുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റണില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഉറങ്ങി ഗൈസ്. ഭാഗ്യം ഗൈസ്, നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട്.
മോൺസ്റ്ററൊക്കെ എല്ലാം നശിക്കട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തിറങ്ങാം. വിശക്കണമുണ്ട്, കയ്യിലൊന്നും ഇല്ലെന്ന്. മീറ്റുണ്ട്. ഫെർണസ് ഉണ്ടാക്കണം. ഫെർണസ് ഉണ്ടാക്കാൻ നമുക്ക് അയൺ വേണം. അയണല്ല, സോറി, കൊബിൾ സ്റ്റോൺ ആണ് ആവശ്യം നമുക്ക് ഫെർണസ് ഉണ്ടാക്കാൻ. നമുക്കിത് കഴിച്ചിട്ട് പുറത്തിറങ്ങാം. കഴിച്ചിട്ടുണ്ട്. ഒരു കുതിര കൈസ്, നല്ല കറുത്ത കുതിര, 2 എണ്ണം. കറുത്ത കുതിര 2 എണ്ണം ഉണ്ട് കൈസ്, കറുത്ത കുതിര. നമുക്ക് ഇവിടുന്ന് സ്റ്റോൺ എടുക്കാം. കോബിൾ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ ഗൈസ്. കോബിൾ സ്റ്റോൺ ആയിരിക്കും. കുറച്ച് കൂടുതൽ വേണം ഫെർണസ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ ഞാൻ പിന്നെ മണ്ടനായി പോകില്ല, ഒറ്റയ്ക്കെല്ലാം ഇട്ടിട്ട്. നിങ്ങൾ പറ്റണത്ര തന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമുക്കിത് കുറച്ച് കൂടുതൽ എടുത്താൽ നമുക്ക് പിന്നെ സ്റ്റോണിൻ്റെ പിക്കാക്സും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. കോള് കിട്ടിയ ഭാഗ്യമായിരുന്നു. നമ്മൾ നല്ല അകത്തോട്ട് പോകുന്നു. ഇത്രയും മതിയോ? 25 27 എന്തോ ആയിട്ടുണ്ട്. അത്ര മതി. നിങ്ങൾ എന്തിനൊക്കെ ഈ വീട്ടിൻ്റെ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്യുന്നതാണ്. നമുക്ക് ഫെർണസ് ഉണ്ടാക്കണം. ഫെർണസ് 3 എണ്ണം വേണ്ട, 1 എണ്ണം മതിയാവും. നമുക്ക് ഒരു ഫെർണസ് മതി. ഫെർണസ് ഇവിടെ വയ്ക്കാം. ഫെർണസ് കത്തിക്കാൻ കോള് വേണം. കോളില്ലാതെ നമ്മളെന്തോന്ന് ചെയ്യും? കോള് മൈനിങ്ങിന് ഇറങ്ങണം. നമുക്ക് നമ്മളെ കയ്യിൽ സ്റ്റിക്കുണ്ട്, അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോണിൻ്റെ സാധനങ്ങളുണ്ടാക്കാം. ഒരു പിക്കാക്സ്, ഷവൽ 1 എണ്ണം, ആക്സ് 1 എണ്ണം, 2 പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മൾ മൈനിങ്ങിന് ഇറങ്ങിയാണ്. ഒരു വാളും കൂടെ. എത്ര മതിയാവും? ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയാൻ, കുറച്ചെടുത്ത് നട്ട് വയ്ക്കാം പുറത്തുകൊണ്ട്. നമുക്കിവിടെ ഇട്ട് നടാം കുറച്ച് സാധനങ്ങൾ. ഫ്ലവർ നമുക്ക് നടാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ നടാൻ പറ്റും. ഫ്ലവർ പറ്റും. 3 ഫ്ലവർ നടാം. ഒരു പ്ലാന്റ്. ബാക്കി പുള്ളി ഇവിടെ നടാൻ പറ്റൂല. ഇവിടെ ഫ്ലവർ നടാൻ പറ്റൂലേ? ഫ്ലവറിന് എന്താണ് വീറ്റ് സീഡ്. നമുക്ക് വില്ലേജറിൻ്റെ അവിടെ കൊണ്ടുവച്ച് കൊടുക്കാം. അപ്പോൾ അവരെല്ലാം ചെയ്യും. പിഗൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാത്തിനെയും കൊല്ലണം. കൊന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റാവണം. എന്നിട്ട് നമ്മൾ ഫുൾ മൈനിങ്ങും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. ഇവിടെ ചെസ്റ്റ് കാണാനില്ല ഒന്നിൻ്റെ. ഇവിടെ ആർക്കും ചെസ്റ്റ് ഇല്ലേ? ഇവിടെ ഇവർക്ക് ഫാമൊക്കെ ഉണ്ട്. നമുക്കും ഒരു ചെറിയ ഫാം പോലെയൊക്കെ തുടങ്ങണം. ഇവിടെ ചെസ്റ്റ് ഇല്ല. ട്രേഡറാ? ട്രേഡ് ചെയ്യാൻ പറ്റൂ? 32 മറ്റേ സോംബീര റോട്ട് മീറ്റ് കൊടുത്താൽ 1 എമറാൾഡ് കിട്ടും. 1 എമറാൾഡ് കൊടുത്താൽ 2 എന്തോ സംഭവം കിട്ടും. റെഡ് സ്റ്റോൺ അത് കിട്ടും. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇത് നോക്കൂ ഗൈസ്. അതാണ്ട് ഒരു ചെസ്റ്റിൻ്റെ അകത്തല്ലേ കാണണേ. ഒരു ആപ്പിള്, ഇത്രയും ഗോൾഡ് നഗറ്റ്സാ എന്തോ സംഭവം കിട്ടി. അപ്പം ഗോൾഡ് നഗറ്റ്സ് വെച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. അവിടെ വേറൊരു ട്രേഡർ അയൺ ഗോളൊക്കെ ഉണ്ട്. നമുക്കൊരു കുതിരേനെ സ്വന്തമായിട്ട് മീൻസ് ഫ്രണ്ടാക്കണമെങ്കിൽ, അല്ല കുതിരേനെ ഫ്രണ്ട്, അതിനെന്തോന്ന് പറയണം, എന്തോ പറയും കഴിച്ച് ഞാൻ മറന്നു, സോറി. നമുക്കൊരു കുതിരേനെ മറന്നു, അത് ഞാൻ പിന്നെ ആലോചിച്ചിട്ട് പറയാം, സോറി ഗൈസ്. വീട് ഒരുമാതിരി ഇരിക്കണം എന്നറിയാം. അത് നമുക്ക് സെറ്റാക്കാം, പേടിക്കണ്ട, ഉറപ്പായിട്ട് സെറ്റാക്കാം. നമ്മൾ അയൺ എടുത്താൽ അയണില്ല, ഗോൾഡ് എടുത്ത് ഇവിടെ വയ്ക്കാം. ആപ്പിൾ 1 ഉള്ളൂ. ഈ ബ്രെഡ് നമുക്ക് കൈ വെച്ചേക്കാം.
സ്റ്റോൺ ഇവിടെ വയ്ക്കുക. ഇത്രയും മതിയാവും. വോക്ക് പ്ലാന്റ് ഇവിടെ വയ്ക്കാം. കമ്പ് സ്റ്റിക്ക് ഇവിടെ ഇരിക്കട്ട്. ഓക്കെ, ഇത്ര മതിയോ? നമുക്കിനി മൈനിങ്ങിന് ഇറങ്ങാം. മൈനിങ്ങിൽ നിന്ന് വേണോ? അല്ല, മൈനിങ് പിന്നെ ഒരു ദിവസം ചെയ്യാൻ കഴിയും. നമുക്കിപ്പം ഫുഡിൻ്റെ അല്ല, അത് നമുക്ക് അവിടെ മൈനിങ്ങിന് ഇറങ്ങാം. അവിടെ നോക്കാം. പക്ഷെ ഇവിടെ വല്ല സോംബി വല്ലതും കാണുമോ? ടോർച്ചില്ല. ഇവിടെ വേറെ എന്തോ സ്റ്റോൺ, എൻ്റെ പേര് നോക്കട്ടെ. എന്തോ കല്ല്, ഗ്രാനൈറ്റ് കിട്ടി ഗൈസ് നമുക്ക്. നമുക്ക് ഇവിടെ ഒന്നും കിട്ടണില്ല. നമുക്ക് 2-3 കോൾ കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടായിരുന്നു. ടോർച്ച് വെച്ച് നമുക്ക് മൈനിങ്ങിനൊക്കെ പോകായിരുന്നു. ഇവിടെ കോളില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് വേറെ വല്ല വഴിയും നോക്കാം. നമുക്കിവിടെ എന്തോന്നൊക്കെ ഉണ്ടോ നോക്കാം. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഫുഡ് കഴിക്കിട്ട് ഫുഡില്ല. നമുക്കെന്നാൽ ഇവിടെ സെറ്റ് ചെയ്യായിരുന്നു. ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങി പോണ വഴി ഇവിടെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കി നമ്മളുടെ ഡോർ ഇവിടെ ഇട്ട് വരുമ്പോൾ നമ്മൾ നേരെ ഇറങ്ങി പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ വില്ലേജ് കാണാൻ പറ്റും. കൊള്ളാം ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക ഗൈസ്. നമുക്കിവിടെ നിന്ന് ഈ ഡേർട്ട് ഫുള്ള് അങ്ങ് കളക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്കൊരു ലെവലാക്കി വയ്ക്കാം. പക്ഷെ നമ്മൾ ഈ സൈഡ് ചെയ്യുമ്പോൾ ഒരേ ലെവലാവണം, അല്ലെങ്കിൽ ഒരുമാതിരി ആയിപ്പോവും, അലമ്പായിപ്പോവും ഗൈസ്. നമുക്ക് വേറെ, എനിക്ക് മൈൻക്രാഫ്റ്റ് അങ്ങനെ അധികം അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഞാൻ ഇപ്പം കുറച്ചൊക്കെ അറിയാം, യൂട്യൂബിലെ കണ്ടു ഇങ്ങനെ അറിയാം. അപ്പം നമുക്കിവിടെ ഫുള്ള് സെറ്റ് ആക്കണം. ഇവിടെ ഫുള്ളിങ്ങനെ വയ്ക്കണം. ഫുള്ള് ഒരേ ലെവലാക്കണം. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് പൊടിക്കും. ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ചെയ്യാം. ഇവിടെ ഒരേ ലെവലാക്കണം. നമുക്കിവിടെ ഫാം പോലെയൊക്കെ ചെറുതായിട്ട് തുടങ്ങാം. ഇവിടെ മരമില്ല അടുത്തൊന്നും. ഇപ്പോൾ ഫാം നമ്മളെങ്ങനെ തുടങ്ങുന്നതോ? അപ്പുറത്ത് പോകണം, അവിടെ ചെന്നാലേ മരമൊക്കെ കിട്ടുക. അവിടെ ഒരു മരമുണ്ട്, ഒരു മരമേ ഉള്ളൂ. പിന്നെ വേറെ ഇവിടെ അടുത്ത് എവിടെയും മരമില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന്? നമുക്ക് വേറെ എവിടെന്നെങ്കിലും പോയി മരം അടിക്കേണ്ടി വരും. നമ്മളെ സ്പോണാക്കിയിട്ട് അവിടെ പോയി പിന്നെ അടുത്തൊരു വില്ലേജ് അല്ലാണ്ട് നമ്മൾ പിന്നെ ഇവിടെ താമസിക്കണം. എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാം. എനിക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ പറ്റണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, ലൈക്കും തരണം. നമുക്ക് ഇവിടെ ഫുള്ള് ഇങ്ങനെ ആക്കിയാലോ? അങ്ങനെ ആക്കാം ഗൈസ്. ഇവിടെ ഫുള്ള് വൃത്തിയാക്കാം. അയ്യോ, മിസ്റ്റേക്ക്. ഫുള്ള് നമുക്കെല്ലാം കയ്യേറ്റി പോവും. ഇവിടെ ഒരു ഡർട്ട്. പിന്നെ വേറെ എവിടെയെങ്കിലും വയ്ക്കാനുണ്ടോ? നമുക്ക് ഈ സൈഡും കൂടെ ഇങ്ങനെ വയ്ക്കാം. ഡർട്ട് തീർന്നു. നമുക്കിവിടെ ഒരു സ്റ്റെപ്പ് പോലെ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമുക്ക് കൃത്യം വീട്ടിൻ്റെ നേരെ ഇവിടെ നിന്ന് ഇവിടെ ഇട്ട് വയ്ക്കാമെന്ന്. അല്ല, ഇവിടെ തന്നെ വയ്ക്കാം. ഇവിടെ ഇത്രയും. അപ്പം ഇവിടെ ഒന്ന് വെട്ടണം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് കളയണം. നമ്മൾ ഇവിടെയൊക്കെ വെറുതെ കുഴിച്ചിട്ടു. ഇവിടെ വയ്ക്കണം. നമ്മൾ ശവല് പൊട്ടിപ്പോവാറായി. നമ്മൾ അയണല്ല കൈ, സോറി. നമ്മളെ ഒരു സ്റ്റോൺ ഷവലുള്ളതുകൊണ്ട് നമ്മൾ വലിയ പ്രശ്നം കാണില്ല. ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ നമുക്കൊന്ന് അല്ല വേണ്ട, ഇവിടെ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ ഇപ്പോൾ ഒരേപോലെയായി. പിന്നെ ഇവിടെ ഫുള്ളങ്ങ് ക്ലിയർ ചെയ്യണം. ഇവിടെ ഒരേ ലെവലാക്കണം. രാത്രി ആവാറായി. ഈ പണി ഫുള്ള് തീർത്തിട്ടേ നമ്മളിന്ന് പോകണുള്ളൂ.
സ്റ്റെപ്പിൻ്റെ പണി ഫുള്ള് തീർക്കണം. ഇവിടെ ഇങ്ങനെ ആക്കാം, ഇവിടെ ഇങ്ങനെ ആക്കാം. ഇവിടെ ഫുള്ള് വൃത്തിയാക്കാം. ഇവിടെ ഇത്ര മതിയാവോ? ക്രീപ്പർ ഗൈസ്, അവിടെ ക്രീപ്പർ ഇരിക്കണം. അപ്പം നമ്മൾ അകത്ത് പോവാം. വീട്ടിൻ്റെ അകത്ത് നിന്ന് ആമയൊക്കെ ഇറങ്ങി വരണം. നമ്മൾ ഈ ഡോർ അടയ്ക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.